ഫ്രണ്ട്സ്, ഉഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാനാണ്. അതായത് കുറേ ദിവസം കൊണ്ട് ഞാനിങ്ങനെ ഓൺലൈനിൽ കാണുന്നുണ്ട് നമ്മുടെ രേണു സുധീനെ എല്ലാവരും കൂടെ പൊങ്കാല ഇടുന്നത്. അത് ചിലപ്പോൾ നേരത്തെ ആയിരിക്കും, ഞാനിപ്പോഴൊക്കെയാണ് കണ്ടത്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു, ഞാൻ പ്രിപ്പയർഡൊന്നും അല്ല, ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങ് നീണ്ടു പോയി. എൻ്റെ ഹസ്ബൻഡിന് രേണു സുധീനെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പുള്ളി കാണുമോ എന്ന് എനിക്ക് ഭയമുള്ളതുകൊണ്ട് ഞാനൊരു മുറിയിൽ ഒളിച്ചിരുന്നാണ് ചെയ്യുന്നത്. നോക്ക്, കണ്ടോ? അതാണ് ഞാനിങ്ങനെ തറയിലൊക്കെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത്, പുള്ളി കേൾക്കാതെ. എന്നാലും കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സാരമില്ല, എന്നാലും ഉറങ്ങി. അപ്പോൾ കാരണം പറയണമെന്ന് തോന്നി ചില കാര്യങ്ങൾ. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും റിയൽ ലൈഫ് ജീവിക്കുന്നവരാണ്. നമ്മൾ സിനിമയിലും ഒന്നും കാണുന്ന പോലെയൊന്നും അല്ലല്ലോ ആരുടെയും ലൈഫ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രേണു സുധി ഞാൻ രേണു സുധിക്ക് ഒട്ടും അത് അവർക്ക് സപ്പോർട്ടല്ല. ഞാൻ 100% സപ്പോർട്ടല്ല. ഞാൻ അവരുടെ റീൽസോ അവരുടെ ഇപ്പോൾ ഇറങ്ങിയ എന്തൊക്കെയോ അവർ ഇറങ്ങി ഫേമസ് ആയല്ലോ, വൈറലായി, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ പൊങ്കാടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ അതെല്ലാം കാണാൻ തുടങ്ങിയത്. അല്ലാതെ ഞാൻ അവരുടെ ഫോളോവറോ ഞാൻ അവരുടെ ഒന്നുമല്ല, ഫാനോ ഒന്നുമല്ല. പക്ഷെ ഒരു പെണ്ണിനെ നമ്മൾ പറയുമ്പോൾ, ഒരു പെണ്ണെന്ന നിലയ്ക്ക് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം രേണു സുധിയുടെ ഹസ്ബൻഡ് മരിച്ചു, സുധി മരിച്ചു. അതിന് ശേഷമാണ് അവർ ഇങ്ങനെ ഒരു ജീവിക്കാൻ വേണ്ടി എന്നവർ പറയുന്നുവെങ്കിലും അതൊരു വാസ്തവമാണ്. പക്ഷെ അതിലുപരി അവരൊരു കലാവാസന ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ സുധി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവരെ അതിന് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. സുധി ഉണ്ടായിരുന്നു എങ്കിലും ഫിലിമിലും പരസ്യത്തിലൊക്കെ രേണുവിന് അവസരം കിട്ടിയാൽ ഇതേ രീതിയിൽ തന്നെ അഭിനയിക്കുമായിരുന്നു, അതിന് സുധി സമ്മതിക്കുമായിരുന്നു എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. കാരണം സുധി അത്രയ്ക്ക് സപ്പോർട്ടീവായിരുന്നു, രേണു തിരിച്ച് സുധിക്കും അതേ സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു. എങ്കിലും പോട്ടെ, ഞാൻ ചോദിക്കട്ടെ, രേണുവിനെ പല്ലിയെന്നും എലിയെന്നും പിന്നെ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ വിളിക്കുന്ന നിങ്ങളുടെ ഒരു ചോദ്യം, ഇങ്ങനെയൊക്കെ ആയ ഒരു രേണുവിനെ കൊണ്ടുപോയി പരസ്യചിത്രം അഭിനയിപ്പിക്കാനും സിനിമയിൽ അഭിനയിപ്പിക്കാനും നാടകത്തിൽ അഭിനയിപ്പിക്കാനും ആളുകൾ ശ്രമിക്കുന്നു എങ്കിൽ നിങ്ങൾ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് അവരുടെ മനഃശുദ്ധിയെക്കുറിച്ചാണ്. രേണു സുസ്മിത സെന്നോ ഐശ്വര്യ റായി ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് വേറൊരു ജോലി കൊടുക്കാമല്ലോ, കൊടുത്ത് സഹായിക്കാമല്ലോ. കുറച്ച് കാശ് കൊടുത്തു, ഒരു വീട് വെച്ച് കൊടുത്തു, അവൾക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു തൊഴിൽ കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അവളെ അങ്ങനെ ഒരു രംഗത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് 2 തരം ലക്ഷ്യത്തോടു കൂടിയാണ്. ഒന്ന്, സുധി എന്ന കലാകാരനോടുള്ള ഒരു ബഹുമാനം കൊണ്ടും, 2 അവൾക്ക് കലയോടുള്ള താല്പര്യം കൊണ്ടും. ഇനി ഇതിലെല്ലാം ഉപരി മൂന്നാമതൊരെണ്ണം, ഒരു ഹസ്ബൻഡ് ഇല്ലാത്ത വിധവ, അവളെ എങ്ങനെ മിസ്യൂസ് ചെയ്യാം എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. ഈ 3 ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവൾക്ക് ഇത്ര അവസരങ്ങൾ കിട്ടുന്നത്. അത് വാസ്തവം. അപ്പോൾ ആ മൂന്നാമത്തെ ലക്ഷ്യത്തിലേക്ക് ചാടിപ്പോകാതെ അവളെ സൂക്ഷിക്കുക എന്നത് അവളുടെ കടമയാണ്. അതവൾ പ്രായവും പക്വതയും ഒരു കുഞ്ഞിൻ്റെ 2 മക്കളുടെ അമ്മയൊക്കെയാണ്. അവൾക്ക് അവളെ സൂക്ഷിക്കാൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അവൾ വൾഗറായെന്ന് പറയുന്നു. ഞാൻ നോക്കിയിട്ട് ഒരു പെണ്ണിന് വേണ്ടുന്ന ശാരീരിക ഫീച്ചേഴ്സ്, ഒരു പ്രസവം കഴിഞ്ഞ സ്ത്രീയുടെ യാതൊരു ശാരീരിക ഫീച്ചേഴ്സും രേണുവിനില്ല. അവിടെ വൾഗറാക്കാൻ വേണ്ടിയുള്ള ഒന്നും അവിടെ ശരീരത്തിലില്ല. ഒരു വളരെ മെല്ലിച്ച ഒരു ശരീരമാണ് രേണുവിനുള്ളത്. അതിൽ എന്ത് എക്സ്പോസ് ചെയ്യാനാണ്, അതിൽ എന്ത് വൾഗറാക്കാനാണെന്ന് എനിക്കറിയില്ല. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഒരു ഫാഷൻ ഡ്രസ്സൊന്നും ഇടാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല. ഞാനും അതുപോലെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. കുറേ കാലം ഈ സമൂഹത്തെ പേടിച്ച് ഞാനൊരു സ്ലീവ്ലെസ് ഡ്രസ്സ് പോലും ഞാൻ ഇട്ടിട്ടില്ല, ഒരു ഫാഷൻ ഡ്രസ്സ് പോലും ഞാൻ ഇട്ടില്ല. ചെറുതിലേ സാരിയിൽ കയറിയ ആളുകളാണ് ഞാൻ. എൻ്റെ 40 വയസ്സിന് ശേഷമാണ് ഞാൻ ഫാഷൻ ഡ്രസ്സുകൾ ധരിച്ചത്. അപ്പോൾ ഞാൻ സമൂഹത്തെ കാണിക്കാനാണോ എന്നെ എക്സ്പോസ് ചെയ്യാനാണോ എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് രേണുവിനെ പറഞ്ഞ് ഇത്രയും എനിക്ക് ഫീൽ ചെയ്യാൻ കാരണം അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം. നമ്മൾ ഐശ്വര്യ റായി, സുസ്മിത സെന്നും അതുപോലെ ഫിലിം സ്റ്റാർസൊക്കെ ഓരോ ഡ്രസ്സ് ഇടുമ്പം നമ്മളും അതുപോലെ ഇടാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. നമുക്ക് അതിനുള്ള സൗന്ദര്യം ഇല്ലെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇട്ടില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാവരും എല്ലാ ഡ്രസ്സുകളും ഇടുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിക്കും കുറച്ച് ആഗ്രഹങ്ങളുണ്ടായി. അവരുടെ ഭർത്താവിൻ്റെ സമയത്ത് അവൾക്ക് കഴിയാൻ പറ്റാത്ത സാമ്പത്തികം ഇപ്പോൾ അവൾക്ക് വന്നപ്പോൾ അവളുടെ സ്വന്തം ഇഷ്ടങ്ങൾ അവൾ നിറവേറ്റുന്നു. അപ്പോൾ പിന്നെ അതിന് നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. പിന്നെ ഈ വീഡിയോ ചെയ്യുന്ന അണ്ണന്മാർ നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇടുന്ന ഡ്രസ്സിൻ്റെ കഴുത്തിറക്കവും നിങ്ങളിടുന്ന ലെങ്തും ഒക്കെ നിങ്ങൾ നോക്കിയിട്ടാണോ ഈ പറയുന്നതെന്ന് എനിക്ക് അവിടെ കുടുംബത്തിൽ പോയാൽ അറിയാം. അവിടുത്തെ മോഡേൺ കുട്ടികൾ ഇടുന്ന ഡ്രസ്സിൻ്റെ ഇതെന്താ. രേണു സുധി ഇതുവരെ അവരുടെ ഫുൾ നഗ്നത പ്രദർശിപ്പിച്ച ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് സ്ലീവ്ലെസ് ബാക്ക്, കുറച്ച് സ്ലീവ്ലെസ്, കുറച്ച് ഫ്രണ്ട് കഴുത്ത് അല്പം കഴുത്തിറങ്ങിപ്പോൾ, ഇതൊക്കെ ഇത്രേ ഞാൻ ഇതുവരെ കണ്ടതിൽ ഞാൻ കണ്ടിട്ടുള്ളൂ.
അല്ലാതെ ഫുൾ ന്യൂഡിറ്റി ഉള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഐശ്വര്യ റായി എല്ലാവരും സ്നേഹിക്കുന്നു, സുസ്മിത സെൻ എല്ലാവരും സ്നേഹിക്കുന്നു. ഇവരുടെ ആ വജൈനെന്ന് പറയുന്ന ഒരു ഭാഗം അല്ലാതെ ഐശ്വര്യ റായിയുടെ ബാക്കി ഭാഗം മുഴുവൻ കാണാത്ത ഒരു മലയാളിയും കാണത്തില്ല. നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ നേർത്ത നൂല് പോലെയുള്ള ബ്രായും ചട്ടി ഇട്ടും കൊണ്ടാണ് ഐശ്വര്യ റായി മിസ് വേൾഡ് മത്സരത്തിൽ മത്സരിച്ചതും പല ഫോട്ടോസും ഐശ്വര്യ റായിയുടെ നിലവിലുള്ളതും. ഇത്രയും കണ്ട മലയാളിയൊക്കെ ഒരു നാണക്കേടും തോന്നിയില്ല. എന്തുകൊണ്ട് ഐശ്വര്യ റായിയെ കുറ്റം പറഞ്ഞില്ല? അപ്പോൾ ഒരു വിധവയെ മാത്രം ക്രൂശിക്കുന്നത് മലയാളികളുടെ ഒരു സ്വഭാവമാണോ? നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന നിങ്ങളുടെ സഹോദരിയൊക്കെ നിങ്ങളുടെ ഭാര്യമാരോ വിധവകളാവുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂ. മറ്റൊരു സ്ത്രീ വിധവയാവുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. അവൾ അതിന്ന് ആ വീണെടുത്ത് കിടന്ന് ഉരുളാതെ അവൾ രക്ഷപ്പെടുന്ന കാണുമ്പോൾ ഉള്ള ഒരു കണ്ണുകടിയായിട്ടേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. കാരണം ഈ വീഡിയോ അവൾക്കെതിരായിട്ട് ചെയ്ത ഈ അവൾ അസഭ്യമായി ജീവിക്കുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, അഭിനയിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരുടെയും വീട്ടിലെ പെണ്ണുങ്ങൾ ഇതിൽ ഭേദമായിട്ട് ഡ്രസ്സ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കട്ടെ. പിന്നെ രണ്ടാമത്, അവളെ കൊണ്ടുപോയി അഭിനയിപ്പിക്കുന്ന പരസ്യചിത്രം എല്ലാവർക്കും അറിയാം. പരസ്യം, സിനിമ, മോഡലിംഗ്, ഇങ്ങനെയുള്ള എല്ലാം ഒരല്പം എക്സ്പോസ് ആണ്. അത് നമ്മുടെ മലയാളികളല്ല, ഏത് രാജ്യത്ത് നിന്നാലും അത് അങ്ങനെ ഉള്ളവർക്കേ അവസരം കിട്ടൂ. പിന്നെ ചിലപ്പോൾ മഞ്ജു വാര്യർ പോലെയുള്ള അത്രയും സ്റ്റാൻഡേർഡ് ഉള്ള അവർക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അല്ലാതെ ഒരു പുതുമുഖം അത്രയൊക്കെ വിട്ടുവീഴ്ച ചെയ്താൽ മാത്രമേ ആ വീട്ടിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പോൾ രേണുസുധിക്ക് ഒരു ഭർത്താവില്ലാത്തൊരു സ്ത്രീയുണ്ട്, അവൾക്കൊരു ചാൻസ് കൊടുക്കുമ്പോൾ അവൾ കുറേ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ ആ പരസ്യ ചിത്രം എടുത്ത ആൾക്ക്, അല്ലെങ്കിൽ ആ സിനിമ, അല്ലെങ്കിൽ ആ നാടകക്കാരന് രേണുസുധിയെ മാത്രമേ ഈ ലോകത്ത് അഭിനയിക്കാൻ കിട്ടുള്ളൂ. എത്ര സുന്ദരി പെണ്ണുങ്ങൾ, വലിയ കുടുംബത്തിലെ തറവാട്ടിലെ പെണ്ണുങ്ങൾ വിളിച്ചാൽ ഇപ്പം ക്യൂ നിൽക്കും. വെറും ബിക്കിനിയിൽ അഭിനയിക്കാൻ തയ്യാറായി 100 സുന്ദരികൾ ക്യൂ നിൽക്കും. അവർക്ക് ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യമാണ് രേണുവിന് കിട്ടിയത്. അപ്പോൾ രേണു അത്രയെങ്കിലും കാണിക്കാതെ, ഇല്ല ഞാൻ ഒന്നും കാണിക്കൂല, ഞാൻ എല്ലാം എക്സ്പോസ് ചെയ്യാതെ ഞാൻ ഫുൾ പർദ്ദയിട്ട് അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ രേണുവിന് ആരവസരം കൊടുക്കും? ഈ രേണുവിനെതിരെ വീഡിയോ ചെയ്യുന്ന നിങ്ങൾ അവസരം കൊടുക്കുമോ രേണുവിന്? ഇല്ലല്ലോ. അവളിലെ കലാവാസന, അവളുടെ അഭിനയിക്കാനുള്ള ഇഷ്ടം, അതാണ് അവൾ എൻജോയ് ചെയ്യുന്നത്. അതിന് എന്തിനാണ് ഇത്ര കൊട്ടിക്കലാശം നടത്തുന്നത്? നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ കാര്യം നിങ്ങൾ ആദ്യം അന്വേഷിക്കൂ. അവരെവിടെ പോകുന്നു, അവരെങ്ങനെ ജീവിക്കുന്നു, അവർക്ക് എത്ര കാമുകനുണ്ട്, അവരാരുടെ കൂടെ എല്ലാം ഫോട്ടോ എടുക്കുന്നു. ഒരു തലക്കെട്ട്, അത് അയാൾ കല്യാണം കഴിക്കുകയൊക്കെ പ്രേമിക്കുകയോ എന്തോ ചെയ്യട്ടെ, നിങ്ങൾക്ക് വേറെ ഒരു പണിയും ഇല്ലേ? ചുമ്മാ ഇങ്ങനെ ആളുകളുടെ കുടുംബകാര്യങ്ങളിൽ കൈയിട്ട് കലക്കി എന്തിനാണ് നിങ്ങളിങ്ങനെ? അങ്ങനെ വീട് ചെയ്ത് ജീവിക്കാനും കുറേ പേര്. നമ്മളൊരാളെ പറയുമ്പോൾ സാമാന്യം അതിൻ്റെ എന്തെങ്കിലും കേട്ടെടുത്ത് ചാടുകയല്ല. അതിൻ്റെ രണ്ട് വശവും, മറുവശവും ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട്. രണ്ട് വശവും നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കാതെ ഒരാളെ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. ഒരാളെ പല്ലിയെന്നും ഈ അവളെ ഇങ്ങനെ വിളിച്ചവരെല്ലാം ഐശ്വര്യ റായിമാരാണോ എന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യനെ പറയുന്നതിനൊരു, പക്ഷെ അവളെ സമ്മതിക്കണം. നമ്മളെ സന്തോഷ് പണ്ഡിറ്റിനെ എല്ലാവരും കൂടെ വട്ടം കൂടിയിട്ട് ആക്രമിച്ചപ്പോഴും അയാൾ നല്ല സ്റ്റേണായിട്ട് നിന്നു. ഏകദേശം സന്തോഷ് പണ്ഡിറ്റ് അത്ര ഇല്ലെങ്കിലും, പണ്ഡിറ്റിൻ്റെ അത്ര ഗഡ്സ് ഇല്ലെങ്കിലും രേണുവിന് ഏകദേശം അതിൻ്റെ അടുത്തുള്ളൊരു ഗഡ്സൊക്കെ ഉണ്ട്. അവളെ വിളിക്കുന്ന എല്ലാ ഇരട്ട പേരുകളും അവൾ നല്ല ലാഘവത്തോടുകൂടെ തന്നെ അത് കാണുന്നുണ്ട്. അങ്ങനെ തന്നെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ എനിക്ക് രേണുസുധീരോട് വ്യക്തിപരമായ ഒരിഷ്ടവുമില്ല. ഫസ്റ്റ് കണ്ടപ്പം എനിക്കും എന്തോ പോലെ തോന്നി. നമ്മുടെ സമൂഹം നമ്മുടെ ഉള്ളിൽ കുത്തി വെച്ചിരിക്കുന്ന ഒരു വിഷമാണ്. ഹസ്ബൻഡ് മരിച്ചാൽ ഭാര്യ വെള്ളം കൊടുത്ത്, അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരു ആഭരണമോ സാരിയോ മേക്കപ്പോ ലിപ്സ്റ്റിക്കോ ഒന്നും ഇടാതെ ഇങ്ങനെ ഇരിക്കണമെന്ന് പരമ്പരാഗതമായി നമ്മളെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് നമ്മുടെ മനസ്സിലൊരു ചിന്താഗതിയുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ അവളെ കാണുന്നത്. അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദയവേത് ഒരാളെ അത്രയും ക്രൂശിക്കാതിരിക്കും. അവൾ വഴിതെറ്റുന്നുണ്ടെങ്കിൽ അവൾക്കും അവളെ മക്കൾക്കും അവളെ അച്ഛനും അമ്മയ്ക്കും അവളുടെ ബന്ധുക്കൾക്കുമാണ് നഷ്ടം. നമുക്കാർക്ക് വീഡിയോ ചെയ്യുന്ന ആർക്കും നഷ്ടമില്ല. അവൾ നശിക്കുകയോ അവൾ ഹസ്ബൻഡ് മരിച്ചു, വീട്ടിൽ കുറേ കാലം പട്ടിണിയായിട്ട് ഇരുന്നല്ലോ, ഈ വീടൊന്നും സാമ്പത്തികം കിട്ടും മുമ്പ്. അന്ന് ഈ വീഡിയോ ചെയ്ത എത്ര പേര് അവളെ 10 രൂപ കൊടുത്ത് സഹായിച്ചു? ആരും സഹായിച്ചില്ലല്ലോ. ഈ പറയുന്ന ഞാനുൾപ്പെടെ ആരും സഹായിച്ചില്ല. പിന്നെ അവൾ ഇത്രയും നന്നായി സ്വന്തമായി വരുമാനം ഉണ്ടായി അവളെ ഇഷ്ടത്തിന് അവൾ എൻജോയ് ചെയ്ത് ഹാപ്പിനെസ് ആയിട്ട് ജീവിക്കുമ്പോൾ ഇവിടെ ആർക്കാണ് ബുദ്ധിമുട്ട്? അപ്പം മലയാളികളുടെ ഈ ഒരു പാപ്പരത്തം ദയവേത്, അത് സത്യം പറഞ്ഞാൽ ചില സമയം നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ എക്സിറ്റ് ആവാൻ തോന്നും. അത്ര വൾഗറാണ് ഒരാളെ നമ്മൾ പരസ്യമായി ക്രൂശിക്കുന്നത്. നാളെ ചിലപ്പോൾ എനിക്ക് നേരെയും ഉണ്ടാവും. ഒരാൾക്ക് നമ്മൾ പറയുന്ന സത്യമാണോ ശരിയാണോ എന്നൊന്നും ആരും നോക്കത്തില്ല. അവർക്കിഷ്ടമില്ലാത്ത പറഞ്ഞോ, അത് അവരുടെ ശത്രു, അർഘശത്രു. ഇങ്ങനെയാണ് നമ്മുടെ ഒരു മലയാളികളുടെ രീതി. ദയവേത്
ഒരു പെണ്ണിനെ അങ്ങനെ ക്രൂശിക്കാതെ. അവൾ ജീവിച്ചോട്ടെ. അവൾ എന്തായാലും ന്യൂഡിറ്റിയായിട്ട് ഇതുവരെ അഭിനയിച്ചില്ല. ഇത് നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ആരാധിക്കുന്ന സിനിമാ നടികൾ ഇതിലും എത്രയോ വൾഗറായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ഇതിലും എത്രയോ എക്സ്പോസായിട്ട് നമ്മൾ ബഹുമാനിക്കുന്ന ഉർവശിയും അതുപോലെയുള്ള മറ്റ് നടികളും മഞ്ജു വാര്യരും ഇവരുടെയൊക്കെ ഡ്രസ്സിൻ്റെ കഴുത്തിൻ്റെ ഇറക്കം കുറഞ്ഞതും സ്ലീവ്ലെസ് ആയിട്ടുള്ളതും എത്രയോ ഡ്രസ്സുകൾ അവരിട്ടിരിക്കുന്നു. ഇത്രയും കഴുത്ത് വെട്ടിയിറക്കിയ വേറെ ഒരു നടിമാരെ മമതാ മോഹൻദാസൊക്കെ ഇതിലും എത്രയോ നന്നായിട്ട്, എന്നിട്ട് അവരെയൊക്കെ നമ്മൾ ആരാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് സൗന്ദര്യവും അവർക്ക് കുടുംബമഹിമവും അവർക്ക് സമ്പന്നതയും ഒക്കെ ഉണ്ട്. അവരാരും വിധവയും അല്ല. പക്ഷേ ഇവളൊരു വിധവയായിപ്പോയി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ലേ അവളെ ഇങ്ങനെ കരിവാരിത്തേക്കുന്നത്, ക്രൂശിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ്? അവൻ നേരത്തെ ഒരു ഫേമസ് സിനിമാ നടി ആയിരുന്നു എങ്കിൽ ഇത്രയും ആരെങ്കിലും പറയുമോ? ഇല്ല. ഒരു സാധാരണക്കാരൻ്റെ ഭാര്യയായിരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ അവളെ ഇങ്ങനെ ക്രൂശിക്കുന്നത്. ദയവ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഉപകാരം നമുക്ക് വിമർശിക്കാനും അധികാരമില്ല. നമ്മൾ അവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചിലവിൽ അവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവരെ വിമർശിക്കാം. അല്ലാത്ത സ്ഥിതിക്ക് നമുക്കവരെ വിമർശിക്കാൻ യാതൊരു അവകാശവുമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റുള്ളവരെയും കൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ സ്കൂളിലൊക്കെ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരെന്നൊക്കെയല്ലേ പ്രതിജ്ഞ പഠിക്കുന്നത്. അപ്പോൾ കുറച്ചൊക്കെ മറ്റുള്ളവരെയും കൂടെ ബഹുമാനിക്കുക. ഞാനും എൻ്റെ ഇഷ്ടത്തിന് മോഡേൺ ഡ്രസ്സ് ഇട്ട് നടന്നതിന് പലരും നമ്മളെ മുഖത്ത് നോക്കി നല്ല രീതിയിൽ സംസാരിക്കുന്നവർ നമ്മൾ കാണാതെ നമ്മളെ കമൻറ്റ് എനിക്ക് അനുഭവമുണ്ട്. ആ അനുഭവം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തത്. കാരണം ഞാൻ അനുഭവിച്ചതുപോലെ ആയിരിക്കും ഒരുപക്ഷെ ആ കുട്ടിയും അനുഭവിക്കുന്ന മാനസികാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് വെളുക്കച്ചിരിക്കുന്നവരാരും സുഹൃത്തുക്കളുമല്ല, നമ്മളോട് ചിരിക്കാതിരിക്കുന്നവരൊന്നും നമ്മുടെ ശത്രുക്കളുമല്ല. അപ്പോൾ അതാണ് ഈ സമൂഹം. നാളെ ഈ വീഡിയോ ചെയ്ത നിങ്ങൾ ഒരു വിധവയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ വിധവയാകാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരവസ്ഥ വരും. ദയവേത് നമ്മളൊരു വിരലും രേണുവിൻ്റെ നേരെ നീട്ടുമ്പോൾ ബാക്കി 4 വിരലും ബാക്കി നീളൻ നമ്മുടെ നേരെ ഉണ്ട് എന്ന് ഓർത്തുകൊണ്ട് ദയവായി വീഡിയോ ചെയ്യുക. റീച്ചിനും പോപ്പുലാരിറ്റിക്കും വൈറലാവാനും വേണ്ടി എന്തും വിളിച്ചു പറയുന്ന സ്വഭാവം ദയവ് ചെയ്ത് നിർത്തുക. ഇതൊരു റിക്വസ്റ്റാണ് എൻ്റെത്. താങ്ക് യു.